ഹലോ ഗൈസ് വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. ഇന്ന് നമ്മൾ ബിഗ് ബോസ് സീസൺ 7 പ്രഡിഷൻ ലിസ്റ്റാണ് അനലൈസ് ചെയ്യുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്കറിയാമല്ലോ, ഈ സൺഡേ നമ്മുടെ ലോഞ്ച് എപ്പിസോഡാണ്. അപ്പോൾ അന്നത്തേക്ക് നമുക്ക് എല്ലാം കൺഫേം ആവും. ബട്ട് അതിനു മുമ്പ് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആരാണ് ഈ സീസണിൽ വരാൻ പോകുന്നതെന്ന് എന്നതിനെ പറ്റിയൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒന്ന് ആ ഒരു ലിസ്റ്റിൽ കൂടെ ഒന്ന് നോക്കാം. നമുക്ക് ഇതിൽ സൺഡേ അറിയാൻ പറ്റും ഇതിൽ ആരൊക്കെയാണ് കൺഫേംഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. ബട്ട് നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് പോവാം. ആദ്യമായിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത് ബോബൻ ആലുമുടനാണ്. ബോബൻ ആലുമുടൻ ഒരു ഫിലിം ആക്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു എവർഗ്രീൻ ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ ആണെന്നുണ്ടെങ്കിൽ പ്രകാശ് മാത്യു ഫ്രം ദ നിറം, അത് നമുക്ക് ഭയങ്കരമായിട്ടും ക്ലോസ് ടു ഹേർട്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ബോബൻ ആലുമുടനാണ് ഫസ്റ്റ് ഇൻ ദ ലിസ്റ്റ്. സെക്കൻഡ് in the prediction list is Apani Sharath. Apani Sharath also ഒരു TV ഫിലിം ആക്ടറാണ്. സോ പുള്ളിക്ക് നല്ല ഫാൻ ഫോളോയിങ് ഒക്കെ ഉള്ള ഒരു ആക്ടറാണ്. അങ്കമാലി ഡയറക്ട്സ് ആണ് പുള്ളി ആ ഫെയിമിലോട്ട് വന്നതും. സോ നല്ല ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. പുള്ളി ഉണ്ടാകും ഈ സീസൺ എന്നാണ് കേൾക്കുന്നത്. സോ സെക്കൻഡ് പ്രഡിഷൻ ലിസ്റ്റ് ഈസ് സെക്കൻഡ് ഇൻ ദ പ്രഡിഷൻ ലിസ്റ്റ് ഈസ് അപ്പാനി ശരത്. ദ തേർഡ് വൺ ഈസ് അനുമോൾ. അനുമോൾ എല്ലാവർക്കും സുപരിചിതയാണ്, ടി വി ആക്ട്രസ് ആണ്. പിന്നെ പുള്ളിക്കാരി പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തത് മോസ്റ്റ്ലി സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലേക്കൂടാണ്. മോസ്റ്റ്ലി ടി വി പ്രഷർക്കൊക്കെ ഒരു അറിയുന്ന ഒരു മുഖമാണ് അനുമോളുടേത്. അനുമോൾ ആണ് അനദർ കണ്ടസ്റ്റന്റ് ഇൻ ബിഗ് ബോസ്. അടുത്തത് രജനീഷ് വി ആർ. രജനീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബിഗ് ബോസ് സീസണിലും പല ഏരിയയിൽ ഫിലിം ആക്ടർ ഉണ്ടാവും, ടി വി സൈഡിൽ നിന്നുണ്ടാവും, അതുപോലെ ആങ്കറിങ് ഉണ്ടാവും, ആർ ജെസ് ഉണ്ടാവും, വി ജെസ് ഉണ്ടാവും. സോ അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയസ് നിന്നുള്ള ആൾക്കാർ. അപ്പം ഫ്രം ദ ആങ്കറിങ് സൈഡ് രജനീഷ് രജനീഷിൻ്റെ പേരാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം രജനീഷ് ഒരു പോപ്പുലർ ഫേസ് ആണ്. ഡിഫറെൻറ്റ് ഇൻ്റർവ്യൂസ്, പ്രശസ്തരായ പലരെയും ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് മനോഹരമായ ക്വസ്റ്റ്യൻസും പുള്ളിയുടെ ഒരു വ്യത്യസ്ത സ്റ്റൈലിലുള്ള ആങ്കറിങ്ങും ഒക്കെ കൊണ്ട് കുറച്ച് ഡിഫറെൻ്റായിട്ട് ആങ്കർ ചെയ്യുന്ന ഒരാളാണ് രജനീഷ്. അപ്പം രജനീഷാണ് അടുത്ത പ്രഡിഷൻ ലിസ്റ്റിലുള്ളത്. നെക്സ്റ്റ് ഈസ് അക്ബർ ഖാൻ. അക്ബർ ഖാൻ എന്ന് പറയുന്നത് ഒരു പ്ലേബാക്ക് സിംഗറാണ്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ സരിഗമപ എന്ന എന്താ സരിഗമപ കേരളം കോൺടെസ്റ്റിലെ അക്ബർ ഖാൻ ഒരു ക്രൗഡിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പുള്ളിയുടെ നല്ല വോയിസും ഇതും പുള്ളിയുടെ ചാമും കാരണം കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിന്ന ഒരാളാണ്. അപ്പം പുള്ളിയാണ് നെക്സ്റ്റ് ഇൻ ദ പ്രഡിഷൻ ലിസ്റ്റ്. അടുത്തതെന്ന് പറയുന്നത് റാണിയറാണ്. ബേസിക്കലി പുള്ളിക്കാരി ഒരു ഫിലിം ആക്ട്രസ് ആണ്. നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി, ലേറ്റസ്റ്റ് ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് പുള്ളിക്കാരിയുടെ ഡെബ്യൂ മൂവി. റാണിയാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. അടുത്ത ആള് നിങ്ങൾക്ക് ടി വി പ്രേക്ഷകർക്കൊക്കെ ഒരുമാതിരിപ്പെട്ട അറിയാവുന്ന ഒരാളാണ് ഷാനവാസ് ഷാനു. ഷാനവാസ് എന്ന് പറയുന്നത് ഒരു എന്താ ടി വി സൈഡിൽ കുറേ വില്ലൻ ക്യാരക്ടേഴ്സ് ആസ് വെൽ ആസ് എന്താ പറയുന്നത് നായക കഥാപാത്രമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഫേമസ് കുങ്കുമപ്പൂ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീരിയലിലെ നായകനായിരുന്നു. അപ്പം ഒരുമാതിരിപ്പെട്ട അമ്മമാർക്കും ഒക്കെ അറിയാവുന്നൊരു പേരാണ് ഷാനവാസിൻ്റേത്. ഹീസ് ഇൻ ദ പ്രഡിഷൻ ലിസ്റ്റ്. അടുത്തതെന്ന് പറയുന്നത് പ്രശാന്ത് പുന്നപ്ര. പ്രശാന്തിനെ നമുക്ക് അയ്യപ്പ ബൈജു എന്ന പേരിൽ നമുക്ക് നല്ല അറിയാവുന്ന ഒരാളാണ്. പല ടി വി ഷോസിലും പുള്ളി പങ്കെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കൊമേഡിയനാണ് പുള്ളിക്കാരൻ. അപ്പം അയ്യപ്പ ഐജുവായിട്ട് കുറേ സ്കിറ്റിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പം പ്രശാന്ത് പുന്നപ്രയാണ് അടുത്ത ലിസ്റ്റ് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിജയ് നാഷ്. വിജയ് നാഷ് എന്ന് പറയുന്നതും വൺ ഓഫ് ദ ആങ്കർ. 90s കിഡ്സിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ഫേമസ് ആണ് പുള്ളി. കുറേ പുള്ളിയുടെ യുണീക്ക് സ്റ്റൈൽ ഓഫ്
ആങ്കറിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ആം, പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ആങ്കറിങ് സൈഡിൽ നിന്നാണ് ഈ ബിഗ് ബോസിലേക്കുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നേക്കുന്നത്. സോ അടുത്തെന്ന് പറയുന്നത് ജിഷിൻ. ജിഷിനും ടി വി പ്രേക്ഷകർക്കൊക്കെ കുറേയും കൂടെ അറിയുന്ന ഒരു മുഖമാണ് ജിഷിൻ്റെ. ജിഷിന് പല സീരിയലിലും വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ജിഷിനാണ് അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ളത്. നെക്സ്റ്റ് ഈസ് പ്രശാന്ത്. പ്രശാന്ത് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ കുറേ കോൺട്രവേഴ്ഷ്യൽ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. കുറച്ച് ക്ലീനിങ്, പേഴ്സണൽ ഹൈജീനെ പറ്റി. ഇതിന് ബോത്ത് എന്താ ക്രിറ്റിസിസം ആൻഡ് മിക്സഡ് റിയാക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. സോ അങ്ങനെ കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ട് ഫേമസ് ആയിട്ടുള്ള ആളാണ് പ്രശാന്ത്. നെക്സ്റ്റ് പറയുന്നത് ബിന്നി സെബാസ്റ്റ്യൻ. ബിന്നി സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് ടി വി ആക്ട്രസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഗീത ഗോവിന്ദം എന്ന് പറഞ്ഞ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന നടിയാണ്. സോ ഫാമിലി ഓഡിയൻസിനൊക്കെ കുറച്ചും കൂടെ അറിയാവുന്ന ഒരു മുഖമാണ് ബിന്നി സെബാസ്റ്റ്യൻ. അടുത്തതെന്ന് പറയുന്നത് ഗായത്രി ദേവി അല്ലെങ്കിൽ കിങ്ങിണി. സോ പുള്ളിക്കാരി ഒരു പോപ്പുലർ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോ അറിയപ്പെടുന്നത് കിങ്ങിണി എന്ന പേരിലാണ്. സോ ഓൺലൈൻ ഏരിയസിലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടെ സുപരിചിതയായിട്ടുള്ള ആളാണ് ഗായത്രി ദേവി. ആൻഡ് നെക്സ്റ്റ് ഈസ് ആര്യൻ ഖദൂരിയ. ആര്യൻ ഒരു ആക്ടറാണ്, അതുപോലെ ഒരു മോഡലാണ്. സോ പുള്ളിക്കാരൻ മൾട്ടിപ്പിൾ ഫിലിംസിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ പുള്ളി ഒരു ഡേറ്റിംഗ് റിയാലിറ്റി ഷോയിലോ മറ്റോ 2002 എന്തോ പങ്കെടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരാളാണ് ആര്യൻ ഖദൂരിയ. സോ ഹീസ് ഓൾസോ ദർ ഇൻ ദ ലിസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ദേവി അജിത്ത്. ദേവി അജിത്ത് എന്ന് പറയുന്നത് നമുക്ക് സുപരിചിതയായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. പുള്ളിക്കാരി എന്താ പറയുന്നത്, സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഴ്സറ്റൈൽ റോൾസ് ഒക്കെ ചെയ്തിട്ടുള്ള സ്ട്രോങ് സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം പുള്ളിക്കാരിയുണ്ട് പ്രഡിഷൻ ലിസ്റ്റിൽ. അപ്പം ദേവി അജിത്ത്. അടുത്തതെന്ന് പറയുന്നത് ഒനീൽ സാബു. ഒനീൽ ശരിക്കും ഓൺലൈൻ സൈഡിൽ ഫുഡ് ബ്ലോഗിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് അറിയപ്പെടുന്ന ഒരു നെയിമാണ് ഒനീൽ. പുള്ളിക്കാരനെ കുറേ വെറൈറ്റി ഫുഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കുറേ ഫുഡ് വ്ളോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ കുറേ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ ഫേമസ് ആണ്. അപ്പോൾ ഒനീൽ സാബു. ആൻഡ് നെക്സ്റ്റ് ഈസ് രേഖ രതീഷ്. രേഖ രതീഷ് ഒരു ടി വി ആക്ട്രസ് ആണ്. സോ ബേസിക്കലി പുള്ളിക്കാരിയുടെ റോൾസ് നമ്മുടെ പരസ്പരം സീരിയലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അതിൽ അതുമാത്രമല്ല ഡിഫറെൻറ്റ് സീരീസിലൊക്കെ അഭിനയിച്ച് ഫെയിം ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് രേഖ രതീഷ്. അടുത്തതെന്ന് പറയുന്നത് രേണുസുതി. രേണുസുതി ബേസിക്കലി കൊല്ലം സുധിയുടെ വൈഫാണ്. ആക്ച്വലി പുള്ളിക്കാരി റീസെൻ്റായിട്ട് കുറേ മോഡലിംഗ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ്, മ്യൂസിക്കൽ ആൽബംസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് കോൺട്രവേഴ്സീസും കുറച്ച് വൈറലായിട്ട് നിൽക്കുന്ന ഒരാളാണ് രേണുസുതി. സോ ദീസ് ആർ സം ഓഫ് ദ പീപ്പിൾ ഫ്രം ദ പ്രഡിഷൻ ലിസ്റ്റ്. സോ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവർ എത്രമാത്രം കൺഫേം ആണെന്നൊന്നും അത്ര കറക്റ്റായിട്ട് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. സോ നമുക്ക് സൺഡേയിലെ ലോഞ്ച് എപ്പിസോഡിലേക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് കൺഫർമേഷൻ അന്ന് നമുക്ക് എക്സാക്ട്ലി ആരൊക്കെ ഈ ലിസ്റ്റിൽ നിന്നുണ്ടുള്ള ഉള്ളതെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഫോർ നോട്ടിഫിക്കേഷൻ. താങ്ക് യു സോ മച്ച്.